ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 2026 മെയ് 23 നടത്തിയ സിവിൽ എക്സൈസ് ഓഫീസർ വുമൺ സിവിൽ എക്സൈസ് ഓഫീസർ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 51/2026. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഓപ്ഷൻ എ, വാസ്കോഡ ഗാമ ആദ്യമായി മലബാർ തീരത്ത് എത്തിച്ചേർന്ന വർഷം 1498 ആയിരുന്നു. ഓപ്ഷൻ ബി, പോർച്ചുഗീസുകാർ കുഞ്ഞാലി മരക്കാർ നാരായണനെ തൂക്കിലേറ്റിയ വർഷം 1599 ഓപ്ഷൻ സി, 1604 ആണ് ഡച്ചുകാർ കോഴിക്കോട് എത്തിച്ചേർന്നത്. ഓപ്ഷൻ ഡി, ഇന്ത്യയിൽ ഡച്ച് മേൽക്കോയ്മ അവസാനിപ്പിച്ച യുദ്ധമാണ് 1741 കുളച്ചൽ യുദ്ധം. അപ്പൊ ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ ബി ആണ് തെറ്റായിട്ട് വന്നിരിക്കുന്നത്. പോർച്ചുഗീസുകാർ കുഞ്ഞാലി മരക്കാർ നാലാമനെ തൂക്കിലേറ്റിയ വർഷം ഇവിടെ കൊടുത്തിരിക്കുന്നത് തെറ്റാണ്. അപ്പൊ വാസ്കോഡ ഗാമ ആദ്യമായിട്ട് മലബാർ തീരത്ത് എത്തിച്ചേർന്ന വർഷം ചോദിച്ചാൽ അത് 1498 1498 മെയ് 20 അപ്പൊ ആരാണ് ഈ കുഞ്ഞാലി മരക്കാർ? സാമൂതിരിയുടെ നാവിക സൈന്യത്തിന്റെ മേധാവിത്വം വഹിച്ചിരുന്നത് അത് കുഞ്ഞാലി മരക്കാരാണ്. സാമൂതിരിയുടെ നാവിക സൈന്യത്തിന്റെ മേധാവിത്വം വഹിച്ചിരുന്നത് ആരാണ്? അത് കുഞ്ഞാലി മരക്കാരാണ്. ഈ കുഞ്ഞാലി മരക്കാരുടെ ആസ്ഥാനം ചോദിച്ചാല് കോട്ടയ്ക്കലാണ്. കുഞ്ഞാലി മരക്കാരുടെ ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാൽ അത് കോട്ടയ്ക്കലാണ്. അപ്പൊ കുഞ്ഞാലി നാലാമന്റെ യഥാർത്ഥ നാമം എന്ന് പറയുന്നത് അത് മുഹമ്മദ് അലി മരക്കാറാണ്. കുഞ്ഞാലി നാലാമന്റെ യഥാർത്ഥ നാമം ചോദിച്ചാൽ അത് മുഹമ്മദ് അലി മരക്കാറാണ്. അപ്പൊ ഇന്ത്യൻ സമുദ്രത്തിന്റെ അധിപൻ, മുസ്ലിങ്ങളുടെ രാജാവ് എന്നൊക്കെ അറിയപ്പെടുന്നത് കുഞ്ഞാലി നാലാമനെയാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ അധിപൻ, മുസ്ലിങ്ങളുടെ രാജാവ് എന്നൊക്കെ അറിയപ്പെടുന്നത് കുഞ്ഞാലി നാലാമനാണ്. ഈ കുഞ്ഞാലി നാലാമനെ പോർച്ചുഗീസുകാർ ഗോവയിൽ വെച്ച് വധിച്ച വർഷം 1600 കുഞ്ഞാലി മരക്കാർ നാലാമനെ പോർച്ചുഗീസുകാര് ഗോവയിൽ വെച്ച് വധിച്ച വർഷം 1600. ഇനി കുഞ്ഞാലി മരക്കാർ മ്യൂസിയം എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ഇരിങ്ങൽ വടകരയാണ്. കുഞ്ഞാലി മരക്കാർ മ്യൂസിയം എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ഇരിങ്ങൽ വടകരയാണ്. ഇപ്പൊ വാസ്കോഡ ഗാമ കേരളത്തിൽ എത്തിച്ചേർന്ന വർഷം 1498 മെയ് 20 എവിടെയാണെന്ന് ചോദിച്ചാൽ കോഴിക്കോട് ജില്ലയിൽ കോഴിക്കോട് ജില്ലയിലെ കാപ്പാട് ചേമഞ്ചേരി പഞ്ചായത്തിലാണ്. ഇനി രണ്ടാമതായിട്ട് ഗാമ വരുന്നത് 1502. ടോട്ടൽ 3 വട്ടമാണ് വന്നത്. പിന്നെ രണ്ടാമതായിട്ട് വരുന്നത് 1502. മൂന്നാമതായിട്ടും ഏറ്റവും അവസാനം വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ 1524. അദ്ദേഹം 1524 ഡിസംബർ 24 അന്തരിക്കുന്നത്. 1524 ഡിസംബർ 24 അന്തരിക്കുന്നത്. ഇനി ഡച്ചുകാർ കോഴിക്കോട് എത്തിയ വർഷം 1604. ഡച്ചുകാർ കോഴിക്കോട് എത്തിയ വർഷം 1604. ഇന്ത്യയിൽ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം ചോദിച്ചാൽ AD 1602. ഇന്ത്യയില് ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം AD 1602. അപ്പൊ ഇന്ത്യയിൽ രണ്ടാമതായി എത്തിയ യൂറോപ്യൻ ശക്തിയാണ് ഈ ഡച്ചുകാരെന്ന് പറയുന്നത്. അപ്പം ഇന്ത്യയില് രണ്ടാമതായി എത്തിയ യൂറോപ്യൻ ശക്തിയാണ് ഡച്ചുകാർ. ഇനി എന്നാണ് കുളച്ചൽ യുദ്ധം നടന്നത്? 1741 ഓഗസ്റ്റ് 10 1741 ഓഗസ്റ്റ് 10 കുളച്ചൽ യുദ്ധം നടക്കുന്നത്. ആരൊക്കെ തമ്മിലാണെന്ന് ചോദിച്ചാല് മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരുമാണ്. മാർത്താണ്ഡവർമ്മ, ഡച്ചുകാര്. അപ്പൊ ഇന്ത്യയില് ഡച്ച് മേൽക്കോയ്മ അവസാനിച്ച യുദ്ധമാണ് 1741 കുളച്ചൽ യുദ്ധം എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ശരിയായ പ്രസ്താവനകൾ അടങ്ങുന്ന ഓപ്ഷൻ കണ്ടെത്തുക. ഓപ്ഷൻ എ, മലയാളത്തിൽ ആദ്യമായി അച്ചടിച്ച സംക്ഷേപ വേദാർത്ഥം പ്രകാശനം ചെയ്ത വർഷം 1772. ഓപ്ഷൻ ബി, ഹർമൻ ഗുണ്ടറ്റ് 1845 പ്രസിദ്ധീകരിച്ച മലയാളം പത്രമാണ് രാജ്യസമാചാരം, പശ്ചിമോദയം എന്നിവ. ഓപ്ഷൻ സി, ചർച്ച് മിഷൻ സൊസൈറ്റി 1812 കോട്ടയത്ത് ഒരു കോളേജും സെമിനാരിയും സ്ഥാപിച്ചു. ഓപ്ഷൻ ഡി, ബേസിൽ ഇവാഞ്ചലിക്കൽ മിഷൻ കണ്ണൂരിലെ ബർണശ്ശേരിയിൽ ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിച്ച വർഷം 1841. അപ്പൊ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. എയും ഡിയും മാത്രമാണ് ശരിയായിട്ടുള്ളത്. മലയാളത്തിൽ ആദ്യമായി അച്ചടിച്ച സംക്ഷേപ വേദാർത്ഥം പ്രകാശനം ചെയ്ത വർഷം 1772. ബേസിൽ ഇവാഞ്ചലിക്കൽ മിഷൻ കണ്ണൂരിലെ ബർണശ്ശേരിയിൽ ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിച്ച വർഷം 1841.
അപ്പൊ മലയാളത്തിൽ ആദ്യമായി അച്ചടിച്ച സംക്ഷേപ വേദാർത്ഥം 1772 പ്രകാശനം ചെയ്യുന്നത്. ഇനി ബേസൽ ഇവാഞ്ചലിക്കൽ മിഷൻ കണ്ണൂരിലെ ഭരണശ്ശേരിയിൽ ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിച്ച വർഷം 1841 ഇത് സ്ഥാപിച്ചത് ഹബിക്ക് ആണ് കേട്ടോ, ഹബിക്ക്. ഇനി എന്നാണ് ഹെർമൻ ഗുണ്ടർട്ട് മലയാളത്തിലെ ആദ്യ പത്രങ്ങളായ രാജ്യസമാചാരവും പശ്ചിമോദയം സ്ഥാപിച്ച വർഷം 1847 1847 രാജ്യസമാചാരം, പശ്ചിമോദയം എന്നീ പത്രങ്ങള് പ്രസിദ്ധീകരിക്കുന്നത്. മലയാളത്തിലെ ആദ്യത്തെ പത്രം രാജ്യസമാചാരമാണ്. ഇനി രണ്ടാമത്തെ ആണെങ്കിൽ അത് പശ്ചിമോദയമാണ്. എവിടെ നിന്നാണ് പ്രസിദ്ധീകരണം ആരംഭിച്ചത്? അത് തലശ്ശേരിയിലെ ഇല്ലിക്കുന്ന് ബംഗ്ലാവിൽ നിന്നാണ്. തലശ്ശേരിയിലെ ഇല്ലിക്കുന്ന് ബംഗ്ലാവിൽ നിന്നാണ്. ഇനി ചർച്ച് മിഷൻ കോട്ടയത്ത് കോളേജും സെമിനാരിയും സ്ഥാപിച്ച വർഷം 1813 ചർച്ച് മിഷൻ സൊസൈറ്റി കോട്ടയത്ത് ഒരു കോളേജും സെമിനാരിയും സ്ഥാപിക്കുന്നത് 1813. ഇനി അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കാണിച്ച സംഭവങ്ങളെ കാലഗണന അനുസരിച്ച് ക്രമീകരിക്കുക. ഓപ്ഷൻ എ, ബോംബെ ഡെക്കാൻ മേഖലകളിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആദ്യമായി നികുതി പരിഷ്കാരം നടപ്പിലാക്കുന്നു. ഓപ്ഷൻ ബി, ബ്രിട്ടീഷ് പാർലമെന്റ് റെഗുലേറ്റിംഗ് ആക്ട് നടപ്പിലാക്കുന്നു. ഓപ്ഷൻ സി, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ബംഗാളിൽ സ്ഥിര നികുതി സമ്പ്രദായം നടപ്പിലാക്കുന്നു. ഓപ്ഷൻ ഡി, സന്താളുകളുടെ കലാപം പൊട്ടിപ്പുറപ്പെടുന്നു. അപ്പൊ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. അപ്പൊ ആദ്യമായിട്ട് ബംഗാൾ ഡെക്കാൻ മേഖലയിൽ ഈസ്റ്റ് ഇന്ത്യ ബോംബെ ഡെക്കാൻ മേഖലകളില് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആദ്യമായിട്ട് നികുതി പരിഷ്കാരം നടപ്പിലാക്കുന്നു. അത് 1820 1818 ശേഷം 1820 ഇനി ബ്രിട്ടീഷ് പാർലമെന്റ് റെഗുലേറ്റിംഗ് ആക്ട് പാസാക്കിയ വർഷം 1773 1773 ബ്രിട്ടീഷ് പാർലമെന്റ് റെഗുലേറ്റിംഗ് ആക്ട് പാസാക്കിയത്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ബംഗാളിൽ സ്ഥിര നികുതി സമ്പ്രദായം നടപ്പിലാക്കിയ വർഷം 1793 അതായത് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയത് കോൺവാലിസ് പ്രഭു ആണ്. ഇനി സന്താൽ കലാപത്തിന്റെ വർഷം 1885 അപ്പം ആദ്യം നടക്കുന്നത് ബ്രിട്ടീഷ് പാർലമെന്റ് റെഗുലേറ്റിംഗ് ആക്ട് നടപ്പിലാക്കുന്നു എന്നാണ് 1773. പിന്നീട് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ബംഗാളിൽ സ്ഥിര നികുതി സമ്പ്രദായം നടപ്പിലാക്കുന്നു. അതെന്താണ്? ശാശ്വത ഭൂനികുതി വ്യവസ്ഥ. അത് 1793. ഇനി ബോംബെ ഡെക്കാൻ മേഖലകളിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആദ്യമായിട്ട് നികുതി പരിഷ്കാരം നടപ്പിലാക്കുന്നത് 1818 ശേഷമാണ്. അതായത് 1820 ഒക്കെ പറയാം. ഇനി അടുത്തതായിട്ട് സന്താളുകളുടെ കലാപം പൊട്ടിപ്പുറപ്പെടുന്നു 1855. ഓപ്ഷൻ ബി ആണ് വരുന്നത്. നാലാമത്തെ ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ശരിയായ രണ്ട് പ്രസ്താവനകൾ ഉള്ള ഓപ്ഷൻ കണ്ടെത്തുക. ഓപ്ഷൻ എ, 1892 മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിലേക്ക് യാത്ര തിരിച്ചത്. ഓപ്ഷൻ ബി, ദക്ഷിണാഫ്രിക്കൻ ജീവിതം അവസാനിപ്പിച്ച് മഹാത്മാഗാന്ധി ഇന്ത്യയിൽ തിരിച്ചെത്തിയത് 1915 ജനുവരി 9 ഓപ്ഷൻ സി, 1915 ഇന്ത്യയിലേക്ക് തിരിച്ചു വന്ന മഹാത്മാഗാന്ധി ആദ്യമായി പങ്കെടുത്ത പൊതുപരിപാടി 1915 ഫെബ്രുവരിയിൽ നടന്ന ബനാറസ് ഹിന്ദു സർവകലാശാലയുടെ ഉദ്ഘാടന ചടങ്ങായിരുന്നു. ഓപ്ഷൻ ഡി, ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹ സമരം 1917 ചമ്പാരൻ സത്യാഗ്രഹമാണ്. അപ്പം ഇവിടെ ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ്. ബിയും ഡിയും മാത്രമാണ് ശരിയായിട്ടുള്ളത്. അതായത് ദക്ഷിണാഫ്രിക്കൻ ജീവിതം അവസാനിപ്പിച്ച് മഹാത്മാഗാന്ധി ഇന്ത്യയിൽ തിരിച്ചെത്തിയത് എന്നാണ് 1915 ജാനുവരി 9. അപ്പൊ ജനുവരി 9 നമ്മള് പ്രവാസി ഭാരതീയ ദിവസമായിട്ടാണ് ആചരിക്കുന്നത്. ഇനി ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹ സമരമാണ് 1917 ചമ്പാരൻ സത്യാഗ്രഹം. ചമ്പാരൻ സത്യാഗ്രഹം 1917 ഏത് സംസ്ഥാനത്താണ്? ചമ്പാരൻ ബീഹാറിലാണ്. അടുത്തത്, ഗാന്ധിജിയുടെ ആദ്യത്തെ നിരാഹാര സമരം, ഇന്ത്യയിലെ ആദ്യത്തെ നിരാഹാര സമരം ചോദിച്ചാൽ അത് അഹമ്മദാബാദ് തുണിമിൽ പണിമുടക്കാണ്. 1918 അഹമ്മദാബാദ് തുണിമിൽ പണിമുടക്കാണ്. അപ്പൊ അത് ഗുജറാത്തിലാണ് നടന്നത്. ഇനി 1893
ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലേക്ക് പോയത് എന്നാണ്? 1893 ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലേക്ക് പോകുന്നത്. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചാൽ അത് ദാദാ അബ്ദുള്ള എന്ന ഗുജറാത്തി വ്യാപാരിയുടെ കേസ് വാദിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ദക്ഷിണാഫ്രിക്കയിലേക്ക് പോയത്. വർഷം എന്നാണ്? 1893. ഇനി 1915 ഇന്ത്യയിലേക്ക് തിരിച്ചു വന്ന മഹാത്മാഗാന്ധി ആദ്യമായി പങ്കെടുത്ത ഒരു പൊതുപരിപാടി എന്ന് പറയുന്നത് 1916 ഫെബ്രുവരിയിൽ നടന്ന ബനാറസ് ഹിന്ദു സർവകലാശാലയുടെ ഉദ്ഘാടന ചടങ്ങാണ്. വർഷം എന്നാണ്? 1916. 1916 16 ഫെബ്രുവരിയിൽ നടന്ന ബനാറസ് ഹിന്ദു സർവകലാശാലയുടെ ഉദ്ഘാടനമായിരുന്നു. അപ്പൊ ഇവിടെ വർഷങ്ങൾ എന്താണ് തെറ്റിച്ചാണ് കൊടുത്തിരിക്കുന്നത്. 1893 മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിലേക്ക് യാത്ര തിരിച്ചത്. ഇനി 1915 ഇന്ത്യയിലേക്ക് തിരിച്ചു വന്ന മഹാത്മാഗാന്ധി ആദ്യമായിട്ട് പങ്കെടുത്ത പൊതുപരിപാടി എന്ന് പറയുന്നത് 1916 ഫെബ്രുവരിയിൽ നടന്ന ബനാറസ് ഹിന്ദു സർവകലാശാലയുടെ ഉദ്ഘാടന ചടങ്ങാണ്. ഗാന്ധിജിയുടെ പത്രങ്ങൾ ഏതൊക്കെയാണ്? യങ് ഇന്ത്യ, ഹരിജൻ, നവജീവൻ തുടങ്ങിയവയൊക്കെ ആരുടെ പത്രങ്ങളാണ്? മഹാത്മാഗാന്ധിയുടെയാണ്. നമ്മൾ പ്രവാസി ഭാരതീയ ദിവസമായിട്ട് ആചരിക്കുന്നത് ജാനുവരി 9. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ക്യാൻസൽ ആണ്. 5ാമത്തെ ക്വസ്റ്റ്യൻ ക്യാൻസൽ ആണ്. അതൊന്ന് പറയാം. തന്നിരിക്കുന്നവയിൽ നിന്ന് ശരിയായ പ്രസ്താവന കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഓപ്ഷൻ എ പറയുന്നത് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകൃതമായത് 1922 ഇവിടെ പറഞ്ഞിരിക്കുന്നു. ഓപ്ഷൻ ബി 1935-36 കാലഘട്ടത്തിലാണ് മാവോയുടെ നേതൃത്വത്തിൽ ലോങ് മാർച്ച് സംഘടിപ്പിക്കപ്പെട്ടത്. ഓപ്ഷൻ സി മാവോയുടെ നേതൃത്വത്തിലുള്ള ജനകീയ റിപ്പബ്ലിക് 1946 സ്ഥാപിതമായി. ഓപ്ഷൻ ഡി മാവോ 1975 അന്തരിച്ചത്. അപ്പം ഈ ഓപ്ഷൻ മൊത്തം തെറ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പം ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകൃതമായ വർഷം ചോദിച്ചാൽ അത് 1921. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകൃതമായ വർഷം 1921. അപ്പൊ ഇതിന്റെ നേതാവ്, ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് ആരാണെന്ന് വെച്ചാൽ അത് മാവോ സേതുങ് ആണ്. ആരാണ്? മാവോ സേതുങ് ആണ്. എന്നാണ് ലോങ് മാർച്ചിന്റെ വർഷം? 1934. 1934 മാവോ സേതുങ് ആണ് ലോങ് മാർച്ച് സംഘടിപ്പിക്കുന്നത്. ഇനി അദ്ദേഹം അന്തരിച്ച വർഷം ചോദിച്ചാൽ അത് 1976. മാവോ സേതുങ് അന്തരിക്കുന്നത് 1976. ഇനി ചൈന മാവോയുടെ നേതൃത്വത്തിൽ ജനകീയ ചൈന റിപ്പബ്ലിക് ആയ വർഷം അത് 1949 ഒക്ടോബർ 1. ചൈന മാവോയുടെ നേതൃത്വത്തില് ജനകീയ ചൈന റിപ്പബ്ലിക് ആയത് എന്നാണെന്ന് ചോദിച്ചാല് 1949 ഒക്ടോബർ 1. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 6ാമത്തെ ക്വസ്റ്റ്യൻ താഴെ തന്ന പേരുകളിൽ നിന്ന് 2025 ഊർജതന്ത്രത്തിന് നോബൽ പുരസ്കാരം നേടിയ വ്യക്തിയെ കണ്ടെത്തുക. ഓപ്ഷൻ എ ജോയൽ മോക്കിർ, ഓപ്ഷൻ ബി ജോൺ എം മാർട്ടിനസ്, ഓപ്ഷൻ സി ഫിലിപ്പെ അഗ്യ, ഓപ്ഷൻ ഡി പീറ്റർ ഹൗവൈറ്റ്. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്, ജോൺ എം മാർട്ടിനസ് ആണ്. 2025 ഊർജതന്ത്രത്തിനുള്ള നോബൽ പുരസ്കാരം നേടിയ വ്യക്തിയാണ് ജോൺ എം മാർട്ടിനസ് എന്ന് പറയുന്നത്. 2025 ഭൗതിക നോബൽ പ്രൈസ് 3 പേർക്കാണ് ലഭിക്കുന്നത്. ആർക്കൊക്കെയാണ്? ജോൺ ക്ലർക്ക്, മിഷേൽ എച്ച് ഡെവോറൈറ്റ്, ജോൺ എം മാർട്ടിനസ് തുടങ്ങിയ 3 പേർക്കാണ് പുരസ്കാരം ലഭിക്കുന്നത്. 2025 ഭൗതിക ശാസ്ത്ര നോബൽ ജോൺ ക്ലാർക്ക്, മിഷേൽ എച്ച് ഡെവോറൈറ്റ്, ജോൺ എം മാർട്ടിനസ് എന്നിവർക്കാണ് ലഭിക്കുന്നത്. ഒരു ഇലക്ട്രിക് സർക്യൂട്ടിലെ മാക്രോസ്കോപ്പിക് ക്വാണ്ടം മെക്കാനിക്കൽ ടണലിംഗിന്റെയും ഊർജ ക്വാണ്ടൈസേഷന്റെയും കണ്ടുപിടുത്തത്തിനാണ് പുരസ്കാരം. ഒരു ഇലക്ട്രിക് സർക്യൂട്ടിലെ മാക്രോസ്കോപ്പിക് ക്വാണ്ടം മെക്കാനിക്കൽ ടണലിംഗിന്റെയും ഊർജ ക്വാണ്ടൈസേഷന്റെയും കണ്ടുപിടുത്തത്തിനാണ് പുരസ്കാരം ലഭിക്കുന്നത്. ഇനി 2025 രസതന്ത്ര നോബൽ പുരസ്കാരം ലഭിക്കുന്നത് അത് ആർക്കൊക്കെയാണ്? സുസുമു കിറ്റോഗാവ, റിച്ചാർഡ് റോബ്സൺ, ഒമർ എം യാഖി. 2025 രസതന്ത്രത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിക്കുന്നത് സുസുമു കിറ്റോഗാവ, റിച്ചാർഡ് റോബ്സൺ, ഒമർ എം യാഖി എന്നിവർക്കാണ്. ഇതെന്ന് പറയുന്നത് മെറ്റൽ ഓർഗാനിക് ഫ്രെയിം വർക്കുകളുടെ വികസനത്തിനാണ് ഇവർക്ക്
പുരസ്കാരം ലഭിക്കുന്നത്? മെറ്റൽ ഓർഗാനിക് ഫ്രെയിം വർക്കുകളുടെ വികസനത്തിനാണ് പുരസ്കാരം ലഭിക്കുന്നത്. ഇനി വൈദ്യശാസ്ത്രമാണെങ്കിൽ അത് 3 പേർക്കാണ് ലഭിക്കുന്നത്. ആർക്കൊക്കെയാണ്? മേരി ഇ ബ്രാങ്കോ, ഷിമോൺ സകാഗുച്ചി, ഫെഡറിക് ജെ റാംസ് ഡെൽ. ആർക്കൊക്കെയാണ്? മേരി ഇ ബ്രാങ്കോ, ഷിമോൺ സകാഗുച്ചി, ഫെഡറിക് ജെ റാംസ്ഡെൽ എന്നിവർക്കാണ് വൈദ്യശാസ്ത്ര നോബൽ പുരസ്കാരം ലഭിക്കുന്നത്. ഇനി സാഹിത്യമാണെങ്കിൽ 2025 സാഹിത്യ നോബൽ പ്രൈസ് ലഭിക്കുന്നത് അത് ഹംഗേറിയൻ എഴുത്തുകാരനായിട്ടുള്ള ലാസ്ലോ ക്രാസ്ക ഹോർക്കയ്ക്കാണ്. ലാസ്ലോ ക്രാസ്ന ഹോർക്കയ്ക്കാണ് ലഭിക്കുന്നത്. ഇനി സമാധാന നോബൽ പ്രൈസ് ആണെങ്കിൽ അത് മരിയ കൊറീന മച്ചാഡോയ്ക്കാണ്. മരിയ കൊറീന മച്ചാഡോയ്ക്കാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 7ാമത്തെ ക്വസ്റ്റ്യൻ, ചുവടെ നൽകിയിരിക്കുന്നവയിൽ കേരളത്തിൽ കൂടി കടന്നു പോകാത്ത ദേശീയപാത ഏതാണ്? ഇവിടെ കൊടുത്തതിൽ ഓപ്ഷൻ ഡി 130C അത് കേരളത്തിലൂടെ കടന്നു പോകുന്നില്ല. അപ്പൊ ഈ 966B എന്ന ദേശീയപാത എവിടെ മുതൽ എവിടം വരെയാണ് ബന്ധിപ്പിക്കുന്നത്? 966B ബന്ധിപ്പിക്കുന്നത് കേരളത്തിലെ വെല്ലിംഗ്ടൺ ദ്വീപ് മുതൽ കുണ്ടന്നൂർ വരെയാണ്. കേരളത്തിലെ വെല്ലിംഗ്ടൺ ദ്വീപ് മുതൽ കുണ്ടന്നൂർ വരെയാണ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ ദേശീയപാതയാണ് 966B എന്ന് പറയുന്നത്. കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ ദേശീയപാതയാണ് 966B എന്ന് പറയുന്നത്. ഇനി NH49 NH49 എന്ന് പറയുന്നത് കൊച്ചിയെയും ധനുഷ്കോടിയെയും ബന്ധിപ്പിക്കുന്ന ദേശീയപാതയാണ് NH49 എന്ന് പറയുന്നത്. ഇനി 183A അത് ഭരണിക്കാവ് വണ്ടിപ്പെരിയാർ, അതായത് കൊല്ലം പത്തനംതിട്ടയെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് 183A എന്ന് പറയുന്നത്. കേരളത്തിലൂടെ കടന്നു പോകുന്ന ഏറ്റവും നീളം കൂടിയ ദേശീയപാത ചോദിച്ചാൽ അത് പനവേൽ ടു കന്യാകുമാരി ദേശീയപാതയാണ്. കേരളത്തിലൂടെ കടന്നു പോകുന്ന ഏറ്റവും നീളം കൂടിയ ദേശീയപാത ഇത് പനവേൽ ടു കന്യാകുമാരി ദേശീയപാതയാണ്. ഇനി NH866 ആണെങ്കിൽ അത് തിരുവനന്തപുരത്തെയും തെങ്കാശിയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത്. തിരുവനന്തപുരത്തെയും തെങ്കാശിയും തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്. 8ാമത്തെ ക്വസ്റ്റ്യൻ, നദീ സമതലങ്ങളിൽ നിന്ന് എത്ര മീറ്റർ മുതൽ എത്ര മീറ്റർ വരെയാണ് ഉപദ്വീപീയ പീഠഭൂമി സ്ഥിതി ചെയ്യുന്നത്? ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി 150 മീറ്റർ മുതൽ 600-900 മീറ്റർ വരെയുള്ള 900 മീറ്റർ വരെയാണ്. നദീ സമതലങ്ങളിൽ നിന്ന് എത്ര മീറ്റർ മുതൽ എത്ര മീറ്റർ വരെയാണ് ഉപദ്വീപീയ പീഠഭൂമി സ്ഥിതി ചെയ്യുന്നത് എന്ന് ചോദിച്ചാല് 150 മീറ്റർ മുതൽ 600-900 മീറ്റർ വരെയാണ്. ഇനി ഈ ഉപദ്വീപീയ പീഠഭൂമിയുടെ ആകൃതി ചോദിച്ചാൽ അത് ക്രമരഹിതമായ ത്രികോണ ആകൃതിയാണ്. ആകൃതി ചോദിച്ചാൽ ക്രമരഹിതമായ ത്രികോണ ആകൃതിയാണ്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ ഭൂവിഭാഗമാണ് ഉപദ്വീപീയ പീഠഭൂമി എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ ഭൂവിഭാഗമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൂവിഭാഗമാണ് ഉപദ്വീപീയ പീഠഭൂമി. അപ്പൊ ഈ ഉപദ്വീപീയ പീഠഭൂമിയിലെ ഉയരമേറിയ കൊടുമുടി ചോദിച്ചാൽ അത് ആനമുടിയാണ്. 2695 മീറ്റർ ആണ് ഇതിന്റെ ഉയരം എന്ന് പറയുന്നത്. ഇനി ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്നത് ഉപദ്വീപീയ പീഠഭൂമിയാണ്. ഉപദ്വീപീയ പീഠഭൂമിയുടെ തെക്ക് ഭാഗത്തായിട്ടാണ് ഡെക്കാൻ പീഠഭൂമി സ്ഥിതി ചെയ്യുന്നത്. ഉപദ്വീപീയ പീഠഭൂമിയുടെ തെക്ക് ഭാഗത്തായിട്ടാണ് ഡെക്കാൻ പീഠഭൂമി സ്ഥിതി ചെയ്യുന്നത്. പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് പോകുന്തോറും ഉപദ്വീപീയ പീഠഭൂമിയുടെ ഉയരം കുറഞ്ഞു വരുന്നുണ്ട്. പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് പോകുന്തോറും എന്താണ് ഉപദ്വീപീയ പീഠഭൂമിയുടെ ഉയരം കുറയുന്നുണ്ട്. ഇനി 9ാമത്തെ ക്വസ്റ്റ്യൻ, ചെറിയ നദികളുടെ വൃഷ്ടിപ്രദേശങ്ങൾ ഡാഷ് എന്നറിയപ്പെടുന്നു. ഓപ്ഷൻ എ നീർത്തടങ്ങൾ, ഓപ്ഷൻ ബി ജലവിഭാജകം, ഓപ്ഷൻ സി നദീതടങ്ങൾ, ഓപ്ഷൻ ഡി മഴവെള്ള കൊയ്ത്ത്. ആൻസർ ആയിട്ട് വരുന്നത് നീർത്തടങ്ങളാണ്. ചെറിയ നദികളുടെ വൃഷ്ടിപ്രദേശങ്ങൾ എന്നറിയപ്പെടുന്നത് അത് നീർത്തടങ്ങളാണ്. ഓപ്ഷൻ എ ആണ്. ഇനി എന്താണ് ജലവിഭാജകം എന്ന് പറയുന്നത്? ഒരു നീർത്തടത്തെ മറ്റൊരു നീർത്തടത്തിൽ നിന്ന് വേർതിരിക്കുന്ന അതിർത്തിയെ പറയുന്ന പേരാണ് ജലവിഭാജകം എന്ന് പറയുന്നത്. ഒരു നീർത്തടത്തെ മറ്റൊരു നീർത്തടത്തിൽ നിന്ന് വേർതിരിക്കുന്ന അതിർത്തിയാണ് ജലവിഭാജകം എന്ന് പറയുന്നത്. ഇനി നദീതടങ്ങൾ എന്ന് പറഞ്ഞാല് വലിയ നദികളുടെ വൃഷ്ടിപ്രദേശം അറിയപ്പെടുന്നതാണ് നദീതടം എന്ന് പറയുന്നത്. വലിയ നദികളുടെ വൃഷ്ടിപ്രദേശം അറിയപ്പെടുന്നത് അത് നദീതടങ്ങൾ എന്നറിയപ്പെടുന്നു. ഇനി 10ാമത്തെ ക്വസ്റ്റ്യൻ ക്യാൻസൽ ആണ്. താഴെ നൽകിയിരിക്കുന്നവയിൽ വിവിധ ഇനം വരൾച്ചകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. അപ്പം 1ാമത്തെ പ്രസ്താവന പറയുന്നത് ഓരോ പ്രദേശത്തും ഓരോ കാലത്തും ലഭിക്കേണ്ട മഴയുടെ അളവ് ദീർഘകാലങ്ങളിൽ കുറയുന്ന സാഹചര്യമാണ് കാലാവസ്ഥാപരമായിട്ടുള്ള വരൾച്ച. 2ാമത്തെ പ്രസ്താവന വിളകൾക്ക് വളരാനാവശ്യമായ
മണ്ണിന്റെ ഈർപ്പത്തിലെ കുറവിനെയാണ് കാർഷിക വരൾച്ച എന്ന് പറയുന്നത്. മൂന്നാമത്തെ പ്രസ്താവന, വിവിധ സംഭരണികളിലും ജലഭ്യതങ്ങൾ, തടാകങ്ങൾ, അണക്കെട്ടുകൾ തുടങ്ങിയവയിലും വർഷണത്തിന് പുനഃസ്ഥാപിക്കാൻ കഴിയുന്നതിലും താഴേക്ക് ജലലഭ്യത കുറയുന്നതാണ് ജലപീഠ ശോഷണ വരൾച്ച. ജലഭ്യതങ്ങൾ അതായത് അക്വിഫറുകൾ. അപ്പൊ വിവിധ സംഭരണികളിലും ജലഭ്യതങ്ങൾ, തടാകങ്ങൾ, അണക്കെട്ടുകൾ തുടങ്ങിയവയിലും വർഷണത്തിന് പുനഃസ്ഥാപിക്കാൻ കഴിയുന്നതിലും താഴേക്ക് ജലലഭ്യത കുറയുന്നതാണ് ജലപീഠ ശോഷണ വരൾച്ച. അപ്പൊ ഇത് മൂന്നും ശരിയായിട്ടുള്ള പ്രസ്താവനകളായിരുന്നു. അപ്പൊ എന്താണ് കാലാവസ്ഥാപരമായിട്ടുള്ള വരൾച്ച എന്ന് പറയുന്നത്? ഒരു പ്രദേശത്ത് സാധാരണ ലഭിക്കേണ്ട മഴയുടെ അളവില് ദീർഘകാലത്തേക്ക് ഉണ്ടാകുന്ന വൻ കുറവ് മൂലം അനുഭവപ്പെടുന്ന വരൾച്ചയെ പറയുന്ന പേരാണ് കാലാവസ്ഥാപരമായിട്ടുള്ള വരൾച്ച. ഇനി വിളകൾക്ക് വളരാൻ ആവശ്യമായ മണ്ണിന്റെ ഈർപ്പത്തിലെ കുറവിനെയാണ് കാർഷിക വരൾച്ച എന്നറിയപ്പെടുന്നത്. ഇനി വിവിധ സംഭരണികളിലും ജലഭ്യതങ്ങൾ, അക്വിഫേഴ്സ്, തടാകങ്ങൾ, അണക്കെട്ടുകൾ എന്നിവയിലും വർഷണത്തിന് പുനഃസ്ഥാപിക്കാൻ കഴിയുന്നതിലും താഴേക്ക് ജലലഭ്യത കുറയുന്നതിനെ ജലപീഠ ശോഷണ വരൾച്ച എന്ന് പറയുന്നു. ഇനി എല്ലാ ഓപ്ഷനുകളും ശരിയായിട്ടുള്ളതായിരുന്നു. ഇനി 11ാമത്തെ ക്വസ്റ്റ്യൻ, ഭൂമിശാസ്ത്രത്തിൽ മേഖലാ സമീപനത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ഭൂമിശാസ്ത്രത്തിൽ മേഖലാ സമീപനത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി, കാർ റിട്ടർ ആണ് കേട്ടോ. കാർ റിട്ടർ ആണ്. ഇപ്പൊ നമ്മൾക്ക് ഭൂമിശാസ്ത്ര പഠനത്തിന് രണ്ട് പ്രധാന സമീപന രീതികളുണ്ട്. ഭൂമിശാസ്ത്ര പഠനത്തിന് പ്രധാനപ്പെട്ട രണ്ട് സമീപന രീതികളുണ്ട്. ഒന്നാമത്തെയാണ് വ്യവസ്ഥാപിത സമീപനവും പിന്നീട് മേഖലാ സമീപനവും. അതില് വ്യവസ്ഥാപിത സമീപനത്തിന്റെ ഉപജ്ഞാതാവാണ് അലക്സാണ്ടർ വൺ ഹംബോൾട്ട് എന്ന് പറയുന്നത്. അലക്സാണ്ടർ വൺ ഹംബോൾട്ട് എന്ന് പറയുന്നത്. ഇനി മേഖലാ സമീപനമാണെങ്കിൽ അത് കാൾ റിട്ടർ ആണ്. കാൾ റിട്ടർ ആണ്. ഈ സമീപനത്തിൽ എന്താണ്, ലോകത്തെ പല മേഖലകളിലായിട്ട് തിരിച്ച് അതിൽ ഓരോ മേഖലയിലുമുള്ള ഭൗമ പ്രതിഭാസങ്ങളെ കുറിച്ച് പഠിക്കുന്നതാണ് മേഖലാ സമീപനം. ലോകത്തെ പല മേഖലകളായിട്ട് തിരിച്ച് അതിൽ ഓരോ മേഖലയിലുമുള്ള ഭൗമ പ്രതിഭാസങ്ങളെ കുറിച്ച് പഠിക്കുന്നതാണ് മേഖലാ സമീപനം എന്ന് പറയുന്നത്. എന്നാൽ ഈ ഭൂമിയുടെ ചുറ്റളവ് ആദ്യമായിട്ട് കണക്കാക്കിയ ശാസ്ത്രജ്ഞനാണ് ആരെന്ന് പറയുന്നത്? അത് ഇറാസ്തോസ്നീസ് ആണ്. ഭൂമിയുടെ ചുറ്റളവ് ആദ്യമായിട്ട് കണക്കാക്കിയ ശാസ്ത്രജ്ഞൻ ആരാണെന്ന് ചോദിച്ചാൽ അത് ഇറാസ്തോസ്തനീസ് ആണ്. ജോഗ്രഫി എന്ന പേര് ആദ്യമായിട്ട് ഉപയോഗിച്ചത് ഇറാസ്തോസ്തനീസ് ആണ്. അടുത്തത് 12ാമത്തെ ക്വസ്റ്റ്യൻ, ഉയരം കൂടുന്നതിനനുസരിച്ച് അന്തരീക്ഷ ഊഷ്മാവ് കൂടി വരുന്ന അവസ്ഥയെ ഡാഷ് എന്നറിയപ്പെടുന്നു. ഉയരം കൂടുന്നതിനനുസരിച്ച് അന്തരീക്ഷ ഊഷ്മാവ് കൂടി വരുന്ന അവസ്ഥയെ പറയുന്ന പേരാണ് ഓപ്ഷൻ ബി, താപ വിപര്യം എന്നറിയപ്പെടുന്നു. ഉയരം കൂടുന്നതിനനുസരിച്ച് അന്തരീക്ഷ ഊഷ്മാവ് കൂടി വരുന്ന അവസ്ഥയെ പറയുന്ന പേരാണ് താപ വിപര്യം എന്ന് പറയുന്നത്. ഇനി എന്താണ് ക്രമമായ താപനഷ്ട നിരക്ക് എന്ന് പറയുന്നത്? അത് ഉയരം കൂടുന്തോറും ഊഷ്മാവ് കുറയുന്നു. ഉയരം കൂടുന്തോറും ഊഷ്മാവ് കുറയുന്ന അവസ്ഥയെ പറയുന്ന പേരാണ് ക്രമമായ താപനഷ്ട നിരക്ക് എന്ന് പറയുന്നത്. ഇനി എന്താണ് ഭൂമിയുടെ താപ ബജറ്റ് എന്ന് പറയുന്നത്? അത് സൗരതാപനവും ഭൗമ വികിരണവും തമ്മിലുള്ള സന്തുലനത്തെ അറിയപ്പെടുന്നതാണ് താപ ബജറ്റ്. സൗരതാപനവും ഭൗമ വികിരണവും തമ്മിലുള്ള സന്തുലനത്തെ അറിയപ്പെടുന്നതാണ് താപ ബജറ്റ് എന്ന് പറയുന്നത്. ഇനി എന്താണ് സൗരവികിരണം? സൗരവികിരണം എന്ന് പറയുന്നത് സൂര്യനിൽ നിന്നും ഭൗമോപരിതലത്തിലേക്ക് എത്തുന്ന ഊർജം, അത് ഹ്രസ്വ തരംഗ രൂപത്തിലാണ് എത്തുന്നത്. ഇതിനെയാണ് സൗരവികിരണം എന്ന് പറയുന്നത്. സൂര്യനിൽ നിന്ന് ഭൗമോപരിതലത്തിൽ എത്തുന്ന ഊർജം ഹ്രസ്വ തരംഗ രൂപത്തിൽ എത്തുന്നു. ഇതിനെ സൗരവികിരണം എന്ന് പറയുന്നു. 13ാമത്തെ ക്വസ്റ്റ്യൻ, ചേരുംപടി ചേർക്കുക. ഇപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്നത് ദശവർഷ പദ്ധതി, ഗാന്ധിയൻ പ്ലാൻ, ദേശീയ ആസൂത്രണ കമ്മിറ്റി, ബോംബെ പ്ലാൻ. ഇതിന്റെ ഉപജ്ഞാതാക്കൾ ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദശവർഷ പദ്ധതി ആരുടെയാണ്? അത് എം വിശ്വേശ്വരയ്യയുടെയാണ്. ദശവർഷ പദ്ധതി ആരുടെയാണെന്ന് ചോദിച്ചാല് അത് എം വിശ്വേശ്വരയ്യയുടെയാണ്. ഇനി ഗാന്ധിയൻ പ്ലാൻ ആരുടെയാണ്? ഗാന്ധിയൻ പ്ലാൻ എസ് എൻ അഗർവാളിന്റെ ആണ്. ഗാന്ധിയൻ പ്ലാൻ എസ് എൻ അഗർവാളിന്റെ ആണ്. ദേശീയ ആസൂത്രണ കമ്മിറ്റി, ദേശീയ ആസൂത്രണ കമ്മിറ്റി ആരുടെയാണ്? അത് ജവഹർലാൽ നെഹ്റുവിന്റെ ആണ്. ജവഹർലാൽ നെഹ്റുവിന്റെ ആണ്. ബോംബെ പ്ലാൻ ആരാണ് സ്ഥാപിച്ചത്? ബോംബെ പ്ലാൻ അത് JRD ഡാറ്റയാണ്. JRD ഡാറ്റയാണ്. ഗാന്ധിയൻ പ്ലാനിന്റെ വർഷം ചോദിച്ചാൽ 1944 ആണ്.
ഗാന്ധിയൻ പ്ലാനിന്റെ വർഷം 1944 ബോംബെ പ്ലാനിന്റെ വർഷം 1944 അപ്പം ഗാന്ധിയൻ ആസൂത്രണത്തിന്റെ പിതാവാണ് എസ്.എൻ. അഗർവാൾ. ഗാന്ധിയൻ ആസൂത്രണത്തിന്റെ പിതാവാണ് എസ്.എൻ. അഗർവാൾ എന്ന് പറയുന്നത്. ഇനി ഗാന്ധിയൻ സമ്പദ് വ്യവസ്ഥയുടെ പിതാവ് ആരാണെന്ന് വെച്ചാൽ ജെ.സി. കുമരപ്പയാണ്. ഗാന്ധിയൻ സമ്പദ് വ്യവസ്ഥയുടെ വക്താവ് ആരാണെന്ന് ചോദിച്ചാൽ ജെ.സി. കുമരപ്പയാണ്. ഇനി ജനകീയ പദ്ധതി ആരുടെയാണെന്ന് ചോദിച്ചാൽ എം.എൻ. റോയിയുടെയാണ്. ജനകീയ പദ്ധതി എം.എൻ. റോയിയുടെയാണ്. സർവോദയ പ്ലാൻ 1950 ആരുടെയാണ്? ജയപ്രകാശ് നാരായണന്റെയാണ്. സർവോദയ പ്ലാൻ 1950 ജയപ്രകാശ് നാരായണന്റെയാണ്. ഇനി പ്ലാന്റ് ഇക്കോണമി ഫോർ ഇന്ത്യ ആരുടെ ബുക്കാണ്, ആരുടെ കൃതിയാണെന്ന് ചോദിച്ചാൽ എം വിശ്വേശ്വരയ്യയുടെയാണ്. ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവാണ് എം വിശ്വേശ്വരയ്യ. 14ാമത്തെ ക്വസ്റ്റ്യൻ, ലോകത്തിലെ ഏറ്റവും വലിയ ഇരുമ്പുരുക്ക് ഖനിയായ കാരാജാസ് സ്ഥിതി ചെയ്യുന്ന രാജ്യമേത്? ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ബ്രസീൽ ആണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഇരുമ്പുരുക്ക് ഖനിയായ കാരജാസ് സ്ഥിതി ചെയ്യുന്ന രാജ്യം ചോദിച്ചാൽ അത് ഓപ്ഷൻ ഡി ബ്രസീൽ ആണ്. 15ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ നൽകിയിരിക്കുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ സ്ഥാപനത്തിന്റെ പേര് കണ്ടെത്തുക. ഒന്നാമത്തെ പ്രസ്താവന 1982 നിലവിൽ വന്നു. രണ്ടാമത്തെ പ്രസ്താവന കാർഷിക മേഖലാ വികസനം, ഗ്രാമീണ മേഖലാ വികസനം. മൂന്നാമത്തെ പ്രസ്താവന ഗ്രാമീണ വായ്പകളുടെ ഒരു ഉന്നത സ്ഥാപനം. ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ സി നബാർഡ് ആണ്. നബാർഡിനെ കുറിച്ചാണ് പറഞ്ഞത്. 1982 ജൂലൈ 12 സ്ഥാപിതമായത്. കാർഷിക മേഖലാ വികസനത്തിനും ഗ്രാമീണ മേഖലാ വികസനത്തിനും വേണ്ടിയിട്ടുള്ള വായ്പകൾ നൽകുന്ന ഒരു ബാങ്കാണ് നബാർഡ് എന്ന് പറയുന്നത്. ആസ്ഥാനം എവിടെയാണ്? മുംബൈ ആണ്. പിന്നീട് ഏത് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ്? ശിവരാമൻ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് നിലവിൽ വന്നത്. ഈ നബാർഡിന്റെ ഫുൾ ഫോം എന്താണെന്ന് വെച്ചാൽ നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് എന്നാണ്. നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് എന്നാണ്. അടുത്ത ഇനി ഗ്രാമീണ വായ്പയുടെ ഒരു ഉന്നത സ്ഥാപനം കൂടിയാണ് നബാർഡ് എന്ന് പറയുന്നത്. 16ാമത്തെ ക്വസ്റ്റ്യൻ, ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്നവയിൽ യോജിക്കാത്ത പ്രസ്താവന ഏത്? ഓപ്ഷൻ എ ഹരിത വിപ്ലവം ധനികരായ കർഷകർക്കാണ് കൂടുതൽ ഗുണം ചെയ്തത്. ഓപ്ഷൻ ബി അത്യുൽപാദന ശേഷിയുള്ള വിളകൾക്ക് കീടങ്ങളുടെ ആക്രമണ സാധ്യത കൂടുതലാണ്. ഓപ്ഷൻ സി ഗവൺമെന്റിന് പൊതുവിതരണ സമ്പ്രദായത്തിലൂടെ കുറഞ്ഞ വിലയ്ക്ക് പാവങ്ങൾക്ക് ഭക്ഷ്യധാന്യം വിതരണം ചെയ്യാൻ സാധിച്ചു. ഓപ്ഷൻ ഡി പറയുന്നത് ഇവയൊന്നുമല്ല. അപ്പൊ ഇവിടെ ആൻസർ ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. അപ്പം ഹരിത വിപ്ലവത്തിന്റെ സവിശേഷത, ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഹരിത വിപ്ലവത്തിന്റെ നേട്ടങ്ങളും കോട്ടങ്ങളും ആണ് ഇനി നോക്കാൻ പോകുന്നത്. ഹരിത വിപ്ലവത്തിന്റെ നേട്ടം എന്തൊക്കെയാണ്? ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപാദനം വർദ്ധിക്കുകയും അതുവഴി എന്താണ്? ഇന്ത്യ ഭക്ഷ്യധാന്യങ്ങളിൽ സ്വയം പര്യാപ്തത നേടുകയും ചെയ്തു. ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപാദനം വർദ്ധിക്കുകയും ഇന്ത്യ ഭക്ഷ്യധാന്യങ്ങളിൽ സ്വയം പര്യാപ്തത നേടുകയും ചെയ്തു. പിന്നീട് ഇറക്കുമതിയിലും ഭക്ഷ്യ സഹായത്തിനുമുള്ള ആശ്രയത്വം കുറഞ്ഞു. ഇറക്കുമതിയിലും ഭക്ഷ്യ സഹായത്തിനുമുള്ള ആശ്രയത്വം കുറഞ്ഞു. പിന്നീട് കാർഷിക മേഖലയിലെ ഉയർന്ന ഉൽപാദനം വിപണന മിച്ചം സൃഷ്ടിച്ചു. കാർഷിക മേഖലയിലെ ഉയർന്ന ഉൽപാദനം വിപണന മിച്ചം സൃഷ്ടിച്ചു. കർഷകന് സ്വന്തം ആവശ്യം കഴിഞ്ഞ് ബാക്കിയുള്ള ഭക്ഷ്യധാന്യങ്ങൾ എന്താണ്? വിപണിയിൽ വിൽക്കാൻ സാധിച്ചു. ഭക്ഷ്യധാന്യങ്ങളുടെ വില കുറഞ്ഞു. പിന്നീട് ഇതൊക്കെ ഹരിത വിപ്ലവത്തിന്റെ നേട്ടങ്ങളാണ്. ഭക്ഷ്യധാന്യങ്ങളുടെ വില കുറഞ്ഞു. ഇതൊക്കെ ഹരിത വിപ്ലവത്തിന്റെ നേട്ടങ്ങളാണ്. ഇനി ഹരിത വിപ്ലവത്തിന്റെ ദോഷങ്ങളാണ്. ഹരിത വിപ്ലവം ചെറുകിട കർഷകരും വൻകിട കർഷകരും തമ്മിലുള്ള അന്തരം വർദ്ധിച്ചു. അത്യുൽപാദന മേന്മയുള്ള വിളകൾക്ക് എന്താണ്? കൂടുതൽ കീടാക്രമണ സാധ്യതയുണ്ടായി. ജലസേചന സൗകര്യത്തെ കൂടുതലായി ആശ്രയിച്ചത് ഭൂഗർഭ ജലത്തിന്റെ അളവ് എന്താണ്? ഗണ്യമായ തോതിൽ കുറയുന്നതിന് കാരണമായി. പിന്നീട് രാസവളം, കീടനാശിനി ഇവയുടെയൊക്കെ ഉപയോഗം മണ്ണിന്റെ സ്വാഭാവിക ഫലഭൂയിഷ്ഠതയെ ദോഷകരമായി ബാധിച്ചു. ഇതൊക്കെ ഹരിത വിപ്ലവത്തിന്റെ ദോഷങ്ങളാണ്. ഇനി 17ാമത്തെ ക്വസ്റ്റ്യൻ, 1991 പുത്തൻ സാമ്പത്തിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഒന്നാമത്തെ പ്രസ്താവന വിദേശ നിക്ഷേപകർക്ക് ഇന്ത്യയിൽ നിക്ഷേപം നടത്താൻ അനുമതി നൽകി. പ്രസ്താവന 2 അപകടകരമായ വസ്തുക്കൾക്ക് ഒഴികെയുള്ള വസ്തുക്കളുടെ ഇറക്കുമതിക്കുള്ള ലൈസൻസ് നടപടിക്രമങ്ങൾ നിർത്തലാക്കി. മൂന്നാമത്തെ പ്രസ്താവന പ്രത്യക്ഷ പരോക്ഷ നികുതികൾക്ക് നിരക്കുകൾ കുറച്ചു. ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ എ ആണ്. എല്ലാം ശരിയാണ്. വിദേശ നിക്ഷേപകർക്ക് ഇന്ത്യയിൽ നിക്ഷേപം നടത്താൻ അനുമതി നൽകി.
അപകടകരമായ വസ്തുക്കൾക്ക് ഒഴികെയുള്ള വസ്തുക്കളുടെ ഇറക്കുമതിയിലുള്ള ലൈസൻസ് നടപടിക്രമങ്ങള് നിർത്തലാക്കി. പ്രത്യക്ഷ പരോക്ഷ നികുതി നിരക്കുകൾ കുറച്ചു. ഇപ്പൊ ഇന്ത്യയില് പുത്തൻ സാമ്പത്തിക നയം നിലവിൽ വന്ന വർഷം 1991 ജൂലൈ 24-നാണ്. 1991 ജൂലൈ 24-നാണ്. അന്നത്തെ പ്രധാനമന്ത്രി, അസമയം പ്രധാനമന്ത്രി PV നരസിംഹറാവുവും ധനകാര്യ വകുപ്പ് മന്ത്രി ആരാണെന്ന് ചോദിച്ചാല് മൻമോഹൻ സിംഗുമായിരുന്നു. ഇനി 18ാമത്തെ ക്വസ്റ്റ്യൻ, ചരക്ക് സേവന നികുതിയിൽ ഉണ്ടായിരുന്ന ഏത് സ്ലാബുകളാണ് പരിഷ്കരണത്തിന്റെ ഭാഗമായി ഒഴിവാക്കപ്പെട്ടത്? ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ ബി 12%, 28%. ചരക്ക് സേവന നികുതിയിൽ ഉണ്ടായിരുന്ന ഏത് സ്ലാബുകളാണ് പരിഷ്കരണത്തിന്റെ ഭാഗമായി ഒഴിവാക്കപ്പെട്ടത്? 12%, 28%. അപ്പൊ GST നിലവിൽ വന്ന വർഷം ചോദിച്ചാൽ 2017 ജൂലൈ 1-നാണ്. 2017 ജൂലൈ 1-നാണ്. 19ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഭരണഘടനാ അസംബ്ലിയിൽ തർക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഇല്ലാതെ ഐക്യ കണ്ഠേന പാസാക്കിയ വിഷയം ഏത്? ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി പ്രായപൂർത്തി വോട്ടവകാശമാണ്. ഭരണഘടനാ അസംബ്ലിയിൽ തർക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഇല്ലാതെ ഐക്യ കണ്ഠേന പാസാക്കിയ വിഷയം ചോദിച്ചുള്ളത് പ്രായപൂർത്തി വോട്ടവകാശമാണ്. ആർട്ടിക്കിൾ എത്രയാണെന്ന് ചോദിച്ചാൽ 326 പ്രായപൂർത്തി വോട്ടവകാശത്തെ പറയുന്ന ആർട്ടിക്കിൾ 326. വോട്ടിംഗ് പ്രായം 21-ൽ നിന്ന് 18 കുറച്ച ഭേദഗതി ചോദിച്ചാൽ അത് 61-ാം ഭരണഘടനാ ഭേദഗതിയാണ്. വോട്ടിംഗ് പ്രായം 21-ൽ നിന്ന് 18 കുറച്ച ഭേദഗതി 61-ആണ്. അന്നത്തെ പ്രധാനമന്ത്രി ആരാണ്? അത് രാജീവ് ഗാന്ധി ആയിരുന്നു. രാജീവ് ഗാന്ധിയാണ്. ഈ 61-ാം ഭേദഗതി നിയമം നിലവിൽ വന്ന വർഷം 1989-ലാണ്. 61-ാം ഭേദഗതി നിലവിൽ വന്നത് 1989-ലാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് നടത്തിയ സംസ്ഥാനം ചോദിച്ചുള്ളത് മണിപ്പൂരാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് നടത്തിയ സംസ്ഥാനമാണ് മണിപ്പൂര്. 20ാമത്തെ ക്വസ്റ്റ്യൻ, 1976-ലെ 42-ാമത് ഭേദഗതി പ്രകാരം ഭരണഘടനയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്ത പദങ്ങൾ ഏതെന്ന് കണ്ടെത്തുക. ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ എ സോഷ്യലിസം, മതേതരത്വം, അഖണ്ഡത. 1976-ലെ 42-ാമത് ഭേദഗതി പ്രകാരം ഭരണഘടനയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്ത പദങ്ങളാണ് സോഷ്യലിസം, മതേതരത്വം, അഖണ്ഡത. അപ്പൊ ഈ ആമുഖം എത്ര തവണ ഭേദഗതി ചെയ്തിട്ടുണ്ടെന്ന് ചോദിച്ചാൽ ഒരു തവണയാണ്. ആമുഖം ഭേദഗതി ചെയ്തത് ഒരു തവണയാണ്. 1976-ലെ 42-ാമത് ഭേദഗതി പ്രകാരം സോഷ്യലിസം, മതേതരത്വം, രാജ്യത്തിന്റെ ഐക്യം എന്നതിന് പകരം ഐക്യവും അഖണ്ഡതയും എന്നാക്കി മാറ്റി. ഇപ്പൊ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത് 42-ആണ്. 42-ാം ഭേദഗതിയാണ്. അപ്പൊ ഈ 42-ാം ഭേദഗതി നിലവിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും രാഷ്ട്രപതി അക്ബറുദ്ദീൻ അലി അഹമ്മദുമാണ്. 42-ാം ഭേദഗതിക്കായിട്ട് ശുപാർശ ചെയ്ത കമ്മിറ്റി ചോദിച്ചാൽ അത് സൊറൻ സിംഗ് കമ്മിറ്റിയാണ്. പിന്നീട് 42-ാം ഭേദഗതി നിലവിൽ വന്ന വർഷം 1977 ജാനുവരി 3-നാണ്. 1977 ജാനുവരി 3-നാണ്. 21ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ സ്വത്തവകാശവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? ഓപ്ഷൻ എ കേശവാനന്ദ ഭാരതി കേസിൽ സുപ്രീം കോടതി സ്വത്തവകാശം ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയല്ല എന്ന് പ്രസ്താവിച്ചു. ഓപ്ഷൻ ബി 1976-ലെ 42-ാമത് ഭരണഘടനാ ഭേദഗതിയിലൂടെ പാർലമെന്റ് സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളിൽ നിന്ന് നീക്കം ചെയ്തു. ഓപ്ഷൻ സി സ്വത്തവകാശം ഇപ്പോൾ നിയമപരമായ അവകാശം മാത്രമാകുന്നു. ഓപ്ഷൻ ഡി സ്വത്തവകാശം ഇപ്പോൾ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 300A-യിലാണ് ഉള്ളത്. ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ ബി ആണ് തെറ്റായിട്ടുള്ളത്. 1978-ലെ 44-ാമത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് പാർലമെന്റ് സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളിൽ നിന്ന് നീക്കം ചെയ്തത്. അപ്പൊ ഇപ്പോൾ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 300A-യിലാണ് പറയുന്നത്, ഭാഗം 12-ലാണ്. അപ്പൊ ഇതെന്ന് പറയുന്നത് നിയമപരമായ അവകാശമാണ്. ഇപ്പം കേശവാനന്ദ ഭാരതി കേസിൽ സുപ്രീം കോടതി സ്വത്തവകാശം ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയല്ല എന്ന് പ്രസ്താവിച്ചിട്ടുണ്ട്. 22ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ പഞ്ചായത്തി രാജ് നിയമവുമായി ബന്ധമില്ലാത്തത് ഏത്? ഓപ്ഷൻ എ ത്രിതല സംവിധാനം, ഓപ്ഷൻ ബി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപീകരണം, ഓപ്ഷൻ സി 33% വനിതാ സംവരണം, ഓപ്ഷൻ ഡി സംസ്ഥാന പിന്നാക്ക വിഭാഗ കമ്മീഷന്റെ രൂപീകരണം. ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ ഡി ആണ്. സംസ്ഥാന പിന്നാക്ക വിഭാഗ കമ്മീഷന്റെ രൂപീകരണം ഇതിൽ ഉൾപ്പെടുന്നില്ല. അപ്പൊ പഞ്ചായത്തി രാജ് നിയമത്തിൽ ഉൾപ്പെടുന്നതാണ് ത്രിതല സംവിധാനം.
സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപീകരണം, 33% വനിതാ സംവരണം. ഇനി 73ാം ഭരണഘടനാ ഭേദഗതി ആണ് പഞ്ചായത്ത് രാജുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. 73ാം ഭരണഘടനാ ഭേദഗതിയാണ് പഞ്ചായത്ത് രാജുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. 74ആണെങ്കിൽ അത് നഗരപാലിക നിയമവുമായി ബന്ധപ്പെട്ടതാണ്. 73ാം ഭേദഗതി നിലവിൽ വന്നത് 1993 ഏപ്രിൽ 24-ലാണ്. 1993 ഏപ്രിൽ 24-നാണ്. പഞ്ചായത്ത് രാജ് ദിനം ചോദിച്ചാൽ ഏപ്രിൽ 24-ലാണ്. പഞ്ചായത്ത് രാജ് ദിനം എന്നാണെന്ന് ചോദിച്ചാൽ അത് ഏപ്രിൽ 24-ലാണ്. 23ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ നിന്ന് ശരിയായ ജോഡിയെ കണ്ടെത്തുക. അപ്പം ശരിയായിട്ടുള്ള ജോഡി ഓപ്ഷൻ സി ആണ്. സമവർത്തി പട്ടികയിൽ ഉൾപ്പെടുന്നത്, അതായത് കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയങ്ങളാണ് വിദ്യാഭ്യാസം, വനം, ട്രേഡ് യൂണിയനുകൾ തുടങ്ങിയവ. കേന്ദ്ര ലിസ്റ്റിൽ ഉൾപ്പെടുന്നത്, കേന്ദ്ര പട്ടികയിൽ ഉൾപ്പെടുന്നതാണ് ഏതൊക്കെ? പ്രതിരോധം, വിദേശകാര്യം, റെയിൽവേ, തപാൽ, ടെലിഗ്രാഫ്, ദേശീയപാത, പിന്നീട് കറൻസി, ഇൻഷുറൻസ് തുടങ്ങിയവയൊക്കെ കേന്ദ്ര ലിസ്റ്റിൽ ഉൾപ്പെടുന്നതാണ്. യൂണിയൻ ലിസ്റ്റ് പ്രതിരോധം, വിദേശകാര്യം, റെയിൽവേ, പിന്നീട് മേജർ പോർട്ടുകളൊക്കെ ദേശീയപാത, ബാങ്കിങ്, കറൻസി, ലോട്ടറി തുടങ്ങിയവയൊക്കെ യൂണിയൻ ലിസ്റ്റിലും. ഇനി സ്റ്റേറ്റ് ലിസ്റ്റിലാണെങ്കിൽ പോലീസ്, തദ്ദേശ സ്വയംഭരണം, പൊതുജന ആരോഗ്യം, കൃഷി, ഫിഷറീസ്, ജയില്, മദ്യം തുടങ്ങിയവയൊക്കെ സ്റ്റേറ്റ് ലിസ്റ്റിലാണ്. കൺകറന്റ് ലിസ്റ്റിലാണെങ്കിൽ വിദ്യാഭ്യാസം, വനം, ഭാരം, അളവ്, ട്രസ്റ്റ്, ട്രസ്റ്റികൾ, പിന്നീട് എന്താണ് ജനന മരണ രജിസ്ട്രേഷൻ, ട്രേഡ് യൂണിയൻ, വൈദ്യുതി തുടങ്ങിയവയൊക്കെ കൺകറന്റ് ലിസ്റ്റിലാണ്. ഇനി അവശിഷ്ട അധികാരത്തിൽ ഉൾപ്പെടുന്നതാണ് സൈബർ നിയമങ്ങൾ. ഇനി അടുത്ത 24ാമത്തെ ക്വസ്റ്റ്യൻ, സിറ്റിസൺഷിപ്പ് ആൻഡ് സോഷ്യൽ ക്ലാസ് എന്ന പുസ്തകം രചിച്ചതാരാണ്? ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ TH മാർഷൽ ആണ്. സിറ്റിസൺഷിപ്പ് ആൻഡ് സോഷ്യൽ ക്ലാസ് എന്ന പുസ്തകം രചിച്ചത് TH മാർഷൽ ആണ്. 25ാമത്തെ ക്വസ്റ്റ്യൻ, രാജ്യസഭയെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഓപ്ഷൻ എ രാജ്യസഭ സ്ഥിരം സഭയാകുന്നു. ഓപ്ഷൻ ബി രാജ്യസഭ ഉപരിസഭയാകുന്നു. ഓപ്ഷൻ സി രാജ്യസഭാ അംഗത്തിന്റെ കാലാവധി 5 വർഷമാകുന്നു. ഓപ്ഷൻ ഡി രാജ്യസഭ സംസ്ഥാനങ്ങളെ പ്രതിനിധീകരിക്കുന്നു. ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ സി ആണ്. രാജ്യസഭാ അംഗത്തിന്റെ കാലാവധി 5 വർഷമാകുന്നു എന്ന് പറയുന്നത് തെറ്റാണ്. രാജ്യസഭയുടെ കാലാവധി ചോദിച്ചാൽ അത് കാലാവധി ഇല്ല, ഒരു സ്ഥിരം സഭയാണ്. രാജ്യസഭ അംഗത്തിന്റെ കാലാവധി ചോദിച്ചാൽ അത് 6 വർഷമാണ്. രാജ്യസഭാ അംഗത്തിന്റെ കാലാവധി ചോദിച്ചാൽ 6 വർഷമാണ്. ഇപ്പൊ രാജ്യസഭയിലെ 1/3 അംഗങ്ങൾ എന്താണ് 2 വർഷം കൂടുന്തോറും വിരമിക്കുകയും പുതിയ അംഗത്തെ നിയമിക്കുകയാണ് ചെയ്യുന്നത്. രാജ്യസഭയിലെ 1/3 അംഗങ്ങൾ 2 വർഷം കൂടുന്തോറും വിരമിക്കുകയും പുതിയ അംഗങ്ങളെ തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നു. അപ്പൊ ഈ വിരമിച്ച രാജ്യസഭാ അംഗത്തിന് വീണ്ടും തിരഞ്ഞെടുക്കപ്പെടാനും നോമിനേറ്റ് ചെയ്യപ്പെടാനുമുള്ള അർഹത ഉണ്ട്. പിന്നീട് ഉപരിസഭ, സെക്കൻഡ് ചേംബർ, കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് എന്നൊക്കെ അറിയപ്പെടുന്നത് രാജ്യസഭയാണ്. ഉപരിസഭ, സെക്കൻഡ് ചേംബർ, കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്, ഹൗസ് ഓഫ് എൽഡേഴ്സ് എന്നൊക്കെ അറിയപ്പെടുന്നത് രാജ്യസഭയാണ്. രാജ്യസഭ നിലവിൽ വന്നത് 1952 ഏപ്രിൽ 3-നാണ് നിലവിൽ വന്നത്. ആദ്യ സമ്മേളനം 1952 മെയ് 13-നാണ്. രാജ്യസഭയിലെ ആദ്യ സമ്മേളനം 1952 മെയ് 13-നാണ്. രാജ്യസഭാ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന രീതി ചോദിച്ചാൽ അത് പരോക്ഷ രീതിയിലാണ് തിരഞ്ഞെടുക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, 23ാമത്തെ ക്വസ്റ്റ്യൻ, 2023-ലെ 106ാമത് ഭരണഘടനാ ഭേദഗതി നിയമം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അപ്പൊ ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ ബി ആണ്. ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലും വനിതകൾക്ക് 1/3 സീറ്റ് സംവരണമാണ്. 2023-ലെ 106ാമത് ഭരണഘടനാ ഭേദഗതി നിയമം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലും വനിതകൾക്ക് 1/3 സീറ്റ് സംവരണമാണ്. ഇപ്പം 106ാമത് ഭരണഘടനാ ഭേദഗതി നിയമം 2023 നിയമം നിലവിൽ വന്നത് 2023 സെപ്റ്റംബർ 28-നാണ്. 2023 സെപ്റ്റംബർ 28-നാണ് ഈ നിയമം നിലവിൽ വരുന്നത്. അപ്പൊ ഇതിൽ ഒപ്പുവെച്ചത് എന്താണ്? ദ്രൗപദി മുർമു ആണ്. ഇന്ത്യൻ രാഷ്ട്രപതിയായ ദ്രൗപദി മുർമു ആണ്. അപ്പൊ ഇതെന്ന് പറയുന്നത് ലോക്സഭയിലും എല്ലാ സംസ്ഥാന നിയമസഭകളിലും ദേശീയ തലസ്ഥാനമായ ഡൽഹിയിലെ മൊത്തം സീറ്റുകളുടെ 33% അല്ലെങ്കിൽ 1/3 എന്താണ് 15 വർഷത്തേക്ക് സ്ത്രീകൾക്കായി സംവരണം ചെയ്യാൻ ഈ നിയമം എന്താണ് വ്യവസ്ഥ ചെയ്യുന്നു. ഇത് അറിയപ്പെടുന്നത് നാരി ശക്തി വന്ദൻ അധിനിയം എന്നാണ് അറിയപ്പെടുന്നത്. ഈ ബില്ല് അവതരിപ്പിച്ചത് കേന്ദ്ര നിയമ
നീതി മന്ത്രിയായിട്ടുള്ള അർജുൻ റാം മേഘ്വാൾ ആണ്. അർജുൻ റാം മേഘ്വാൾ ആണ്. അപ്പം നാരി ശക്തി വന്ദൻ അധിനിയം എന്നാണ് വനിതാ സംവരണം ബില്ലിന്റെ പേരെന്ന് പറയുന്നത്. അപ്പൊ ഈ പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ അവതരിപ്പിക്കുന്ന ആദ്യത്തെ ബില്ലാണ് എന്ന് പറയുന്നത് നാരി ശക്തി വന്ദൻ അധിനിയം എന്ന് പറയുന്നത്. പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ അവതരിപ്പിക്കുന്ന ആദ്യത്തെ ബില്ലാണ്. അപ്പൊ ഇത് 128ാമത് ഭേദഗതി ബില്ലാണ് കേട്ടോ. 128ാമത് ഭേദഗതി ബില്ലാണ് ഇതെന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 27ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഘടനയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ പ്രസ്താവന, ഭരണഘടനാ നിർമ്മാണ സഭയാണ് ഭരണഘടന നിർമ്മിച്ചത്. ഭരണഘടനാ നിർമ്മാണ സഭയാണ് ഭരണഘടന നിർമ്മിച്ചത്. രണ്ടാമത്തെ പ്രസ്താവന, ക്യാബിനറ്റ് മിഷൻ പദ്ധതി പ്രകാരമാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത്. മൂന്നാമത്തെ പ്രസ്താവന, ഭരണഘടനാ നിർമ്മാണ സഭയാണ് ഇന്ത്യക്കും പാകിസ്ഥാനും ഭരണഘടനകൾ നിർമ്മിച്ചത്. അപ്പൊ ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ ബി ആണ്. 1ഉം 2ഉം മാത്രമാണ് ശരിയായിട്ടുള്ളത്. ഭരണഘടനാ നിർമ്മാണ സഭയാണ് ഭരണഘടന നിർമ്മിച്ചത്. ക്യാബിനറ്റ് മിഷൻ പദ്ധതി പ്രകാരമാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത്. എന്നാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായ വർഷം ചോദിച്ചാൽ 1946 ഡിസംബർ 6-നാണ്. 1946 ഡിസംബർ 6-നാണ്. ആദ്യത്തെ സമ്മേളനം ചോദിച്ചാൽ 1946 ഡിസംബർ 9-നാണ്. ഇനി ഇന്ത്യക്ക് സ്വന്തമായിട്ടൊരു ഭരണഘടന എന്ന ആശയം മുന്നോട്ട് വെച്ച രാഷ്ട്രീയ പാർട്ടി ചോദിച്ചാൽ അത് സ്വരാജ് പാർട്ടിയാണ്. ഇന്ത്യക്ക് സ്വന്തമായിട്ടൊരു ഭരണഘടന എന്ന ആശയം മുന്നോട്ട് വെച്ച രാഷ്ട്രീയ പാർട്ടിയാണ് സ്വരാജ് പാർട്ടി. ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ച ഡേറ്റ് ചോദിച്ചാൽ 1949 നവംബർ 26-ആണ്. 1949 നവംബർ 26-നാണ്. അപ്പൊ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്നത് 1950 ജനുവരി 26-ആണ്. 1950 ജാനുവരി 26-നാണ്. 28ാമത്തെ ക്വസ്റ്റ്യൻ, കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയെ കുറിച്ച് താഴെ പറയുന്നവയിൽ ഏതെല്ലാം ശരിയാണ്? ഒന്നാമത്തെ പ്രസ്താവന, ആസ്ഥാനം തിരുവനന്തപുരമാണ്. രണ്ടാമത്തെ പ്രസ്താവന, 2005-ൽ നിലവിൽ വന്നു. മൂന്നാമത്തെ പ്രസ്താവന, റവന്യൂ മന്ത്രിയാണ് ചെയർമാൻ. നാലാമത്തെ പ്രസ്താവന, KSDMA ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. അതായത് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ സി ആണ്. 1ഉം 4ഉം മാത്രമാണ് ശരിയായിട്ട് വരുന്നത്. അപ്പൊ ആസ്ഥാനം, കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. ഇതെന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. എന്നാണ് നിലവിൽ വന്ന ഡേറ്റ് ചോദിച്ചാൽ അത് 2007 മെയ് 4-നാണ്. 2007 മെയ് 4-നാണ്. അപ്പൊ ചെയർമാൻ എന്ന് പറയുന്നത് മുഖ്യമന്ത്രി ആയിരിക്കും. അപ്പൊ ചെയർമാൻ, കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ മുഖ്യമന്ത്രിയാണ്. അപ്പൊ വൈസ് ചെയർമാൻ ആണ് റവന്യൂ മന്ത്രി എന്ന് പറയുന്നത്. വൈസ് ചെയർമാൻ ആണ് റവന്യൂ മന്ത്രി എന്ന് പറയുന്നത്. ഇതിന്റെ ആപ്തവാക്യം എന്ന് പറയുന്നത് സുരക്ഷായാനം. സുരക്ഷായാനം എന്തിന്റെ ആപ്തവാക്യമാണെന്ന് വെച്ചാൽ കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആപ്തവാക്യമാണ്. ഇനി ദുരന്ത നിവാരണ അതോറിറ്റി ആരംഭിച്ച ആദ്യത്തെ സ്റ്റേറ്റ് ആണ് എന്ന് പറയുന്നത് കേരളമാണ്. ദുരന്ത നിവാരണ അതോറിറ്റി ആരംഭിച്ച ആദ്യത്തെ സ്റ്റേറ്റ് ആണ്, അത് കേരളമാണ്. ഇനി 29ാമത്തെ ക്വസ്റ്റ്യൻ, 2025-ലെ തൊഴിൽ പദ്ധതിയായ വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ പ്രകാരം സംസ്ഥാന വിഹിതം എത്ര ശതമാനമാണ്? ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി 40 കേട്ടോ. 2025-ലെ തൊഴിൽ പദ്ധതിയായ വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ പ്രകാരം സംസ്ഥാന വിഹിതം എത്രയാണെന്ന് ചോദിച്ചാൽ അത് 40%. അപ്പൊ ഇതിന്റെ തൊഴിൽ ദിനങ്ങൾ എത്രയായിട്ടാണ് ഉയർത്തിയത്? 100-ൽ നിന്ന് 125 ഉയർത്തിയത് കേട്ടോ. ഈ ബില്ല് അവതരിപ്പിച്ചത് വി ബി ജി റാംജി ബില്ല് അവതരിപ്പിച്ചത് ആരാണ്? അത് ശിവരാജ് സിംഗ് ചൗഹാനാണ്. ശിവരാജ് സിംഗ് ചൗഹാനാണ് അവതരിപ്പിച്ചത് കേട്ടോ. അപ്പൊ തൊഴിൽ ദിനങ്ങൾ എത്രയായിട്ട് ഉയർത്തിയെന്ന് ചോദിച്ചാൽ 100-ൽ നിന്ന് 125 ആണ് ഉയർത്തിയത്. ഇനി പുതുക്കിയ വേതന നിരക്കനുസരിച്ച് കേരളത്തിലെ പ്രതിദിന വേതനം ചോദിച്ചാൽ അത് 401 രൂപയാണ്. പുതുക്കിയ വേതന നിരക്കനുസരിച്ച് കേരളത്തിലെ പ്രതിദിന വേതനം അത് 401 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, 30ാമത്തെ ക്വസ്റ്റ്യൻ, കൊച്ചി ബംഗളൂരു വ്യവസായ ഇടനാഴി പദ്ധതി നടപ്പിലാക്കുന്ന കേരള സർക്കാരിന്റെ നോഡൽ ഏജൻസി ഏതാണ്? കൊച്ചി ബംഗളൂരു വ്യവസായ ഇടനാഴി പദ്ധതി നടപ്പിലാക്കുന്ന കേരള സർക്കാരിന്റെ നോഡൽ ഏജൻസി ചോദിച്ചാൽ അത് ഓപ്ഷൻ എ കിൻഫ്രയാണ് കേട്ടോ. കിൻഫ്ര. അടുത്ത 31ാമത്തെ ക്വസ്റ്റ്യൻ, ദേശീയ വനിതാ കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർപേഴ്സൺ ആരാണ്? ദേശീയ വനിതാ കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർപേഴ്സൺ ആരാണ്? അപ്പൊ ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ ഡി വിജയ് കിഷോർ രത്കർ ആണ്.
ഇനി ഇപ്പോഴത്തെ അറ്റോർണി ജനറൽ ആരാണെന്ന് ചോദിച്ചാൽ അത് ആർ വെങ്കിട്ടരമണിയാണ്. അറ്റോർണി ജനറൽ ആരാണ്? ആർ വെങ്കിട്ടരമണിയാണ്. ഇനി ദേശീയ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണെന്ന് ചോദിച്ചാല് അത് രാജ്കുമാർ ഗോയൽ ആണ്. മുഖ്യ വിവരാവകാശ കമ്മീഷണർ രാജ്കുമാർ ഗോയൽ ആണ്. ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ഇപ്പോഴത്തെ ആരാണ്? അത് വി രാമസുബ്രഹ്മണ്യനാണ് കേട്ടോ. വി രാമസുബ്രഹ്മണ്യനാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 32ാമത്തെ ക്വസ്റ്റ്യൻ, ജൈവ വൈവിധ്യ നാശത്തിന്റെ കാരണമായ തിന്മയുടെ ചതുഷ്കോണം താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് തിരഞ്ഞെടുക്കുക. അപ്പൊ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. ഇതിൽ ഉൾപ്പെടുന്നത് ആവാസ നാശവും വിഭജനവും, അമിത ചൂഷണം, അന്യദേശ ജീവികളുടെ അധിനിവേശം, സഹവംശനാശം തുടങ്ങിയവയാണ് ജൈവ വൈവിധ്യ നാശത്തിന്റെ കാരണമായ തിന്മയുടെ ചതുഷ്കോണം എന്നറിയപ്പെടുന്നത്. ഏതൊക്കെയാണ് ഉൾപ്പെടുന്നത്? ആവാസനാശവും വിഭജനവും, അമിത ചൂഷണം, അന്യദേശ ജീവികളുടെ അധിനിവേശം, സഹവംശനാശം തുടങ്ങിയവയാണ്. ഇനി കേരളത്തിലെ ആദ്യത്തെ ജൈവ വൈവിധ്യ പൈതൃക കേന്ദ്രമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് അത് ആശ്രാമം കണ്ടൽവനമാണ്. കേരളത്തിലെ ആദ്യത്തെ ജൈവ വൈവിധ്യ പൈതൃക കേന്ദ്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് അത് ആശ്രാമം കണ്ടൽവനമാണ്. ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ജൈവ വൈവിധ്യ ഹോട്ട്സ്പോട്ടുകൾ ഏതൊക്കെയാണ്? ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ജൈവ വൈവിധ്യ ഹോട്ട്സ്പോട്ടുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാല് ഹിമാലയം, ഇൻഡോ ബർമ മേഖല, പശ്ചിമഘട്ടം, സുണ്ടാലാൻഡ് തുടങ്ങിയവയാണ്. ഹിമാലയം, ഇൻഡോ ബർമ മേഖല, പശ്ചിമഘട്ടം, സുണ്ടാലാൻഡ്. ജൈവ വൈവിധ്യം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് അത് വാൾട്ടർ ജി റോസൻ ആണ്. വാൾട്ടർ ജി റോസൻ ആണ്. അടുത്ത 33ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു സ്വയം പ്രതിരോധ രോഗമാണ് ഡാഷ്. ആൻസർ ആയിട്ട് കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ ഡി മയാസ്തേനിയ ഗ്രേവിസ് ആണ്. ഇതൊരു +2 ലെവലിന്റെ എക്സാം ആയതുകൊണ്ടാണ് അങ്ങനെ. ഇനി 34ാമത്തെ ക്വസ്റ്റ്യൻ, ദ്വിതീയ ഉപാപചയ വസ്തുക്കളാണ് ഡാഷ്. അപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്ന ആൻസർ ഓപ്ഷൻ സി 1ഉം 3ഉം, അതായത് അബ്രിൻ, കോഡിൻ, റിസിൻ, കുർക്കുമിൻ. ഇതൊക്കെ ദ്വിതീയ ഉപാപചയ വസ്തുക്കളാണ്. ഇനി 35ാമത്തെ ക്വസ്റ്റ്യൻ ക്യാൻസൽ ആണ്. കൊളസ്ട്രത്തിൽ കാണപ്പെടുന്ന ഒരു ആന്റിബോഡിയാണ് ഡാഷ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പം ഇത് ക്വസ്റ്റ്യൻ ക്യാൻസൽ ആണ്. അപ്പം രോഗപ്രതിരോധം സാധ്യമാക്കുന്ന കൊളസ്ട്രത്തിൽ അടങ്ങിയിരിക്കുന്ന ആന്റിബോഡി ചോദിച്ചാൽ അത് IgA ആണ്. IgA ആണ്. ഇനി അലർജിക്കെതിരെ രോഗപ്രതിരോധം സാധ്യമാക്കുന്ന ആന്റിബോഡി ചോദിച്ചാൽ അത് IgE ആണ്. അലർജിക്കെതിരെ രോഗപ്രതിരോധം സാധ്യമാക്കുന്ന ആന്റിബോഡിയാണ് IgE എന്ന് പറയുന്നത്. അപ്പൊ ഇത് ത്വക്ക്, ശ്ലേഷ്മസ്തരം എന്നിവിടങ്ങളിലൊക്കെ കാണപ്പെടുന്നു. ഇനി മാതാവിൽ നിന്ന് പ്ലാസന്റയിലൂടെ കടന്നു വന്ന് നവജാത ശിശുക്കൾക്ക് രോഗപ്രതിരോധ ശേഷി സാധ്യമാക്കുന്നത് അത് IgG ആണ്. മാതാവിൽ നിന്ന് പ്ലാസന്റയിലൂടെ കടന്നു വന്ന് നവജാത ശിശുക്കൾക്ക് രോഗപ്രതിരോധ ശേഷി സാധ്യമാക്കുന്നത് IgG ആണ്. ഈ രോഗബാധയുണ്ടായ ഭാഗത്ത് ആദ്യമെത്തി ബി ലിംബോസൈറ്റുകളെ ഉത്തേജിപ്പിച്ച് രോഗപ്രതിരോധ ശേഷി സാധ്യമാക്കുന്നത് അത് IgM ആണ്. രോഗബാധയുണ്ടായ ഭാഗത്ത് ആദ്യമെത്തി ബി ലിംബോസൈറ്റുകളെ ഉത്തേജിപ്പിച്ച് രോഗപ്രതിരോധ ശേഷി സാധ്യമാക്കുന്നത് IgM ആണ്. 36ാമത്തെ ക്വസ്റ്റ്യൻ, സ്റ്റിറോയിഡുകൾ ഇല്ലാത്ത ആഴ്ചയിൽ ഒരെണ്ണം എന്ന ഉപയോഗക്രമം ഉള്ള ഗർഭനിരോധന ഗുളികയാണ് ഡാഷ്. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി സഹേലിയാണ്. സ്റ്റിറോയിഡുകൾ ഇല്ലാത്ത ആഴ്ചയിൽ ഒരെണ്ണം എന്ന ഉപയോഗക്രമമുള്ള ഗർഭനിരോധന ഗുളികയാണ് സഹേലി. 37ാമത്തെ ക്വസ്റ്റ്യൻ ക്യാൻസൽ ആണ്. 38ാമത്തെ ക്വസ്റ്റ്യൻ, സൂര്യനിലെ ഊഷ്മാവ് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി പൈറോമീറ്റർ ആണ്. സൂര്യനിലെ ഊഷ്മാവ് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് പൈറോമീറ്റർ. ഇനി 39ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു യന്ത്രത്തോക്കിൽ നിന്ന് ഒരു സെക്കൻഡിൽ M പിണ്ഡവും V പ്രവേഗവും ഉള്ള N ബുള്ളറ്റുകൾ പുറപ്പെട്ടാൽ യന്ത്രത്തോക്കിൽ അനുഭവപ്പെടുന്ന ബലം. ആൻസർ ആയിട്ട് വരുന്നത് NMV ആണ് കേട്ടോ. NMV ആണ്. ഒരു യന്ത്രത്തോക്കിൽ നിന്ന് ഒരു സെക്കൻഡിൽ M പിണ്ഡവും V പ്രവേഗവുമുള്ള N ബുള്ളറ്റുകൾ പുറപ്പെട്ടാൽ യന്ത്രത്തോക്കിൽ അനുഭവപ്പെടുന്ന ബലം ചോദിച്ചാല് NMV. ഇനി 40ാമത്തെ ക്വസ്റ്റ്യൻ, ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് ഒരു വസ്തുവിന്റെ പാലായന പ്രവേഗം 11.2 km/s ആണ്. ഭൂമിയുടെ അതേ പിണ്ഡവും ആരവും ഭൂമിയുടെ 1/4 ഭാഗമുള്ള മറ്റൊരു ഗ്രഹത്തിന്റെ ഉപരിതലത്തിൽ നിന്നുള്ള
പാലായന പ്രവേഗം എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി 22.4 കിലോമീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇതിന്റെ ഇരട്ടിയായിരിക്കും. 41ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഭൗതിക ശാസ്ത്രത്തിലെ ഏത് കണ്ടുപിടുത്തമാണ് സമീപകാലത്ത് വലിയ ശ്രദ്ധ നേടിയത്? ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ഗ്രാവിറ്റേഷണൽ വേവ്സ് ആണ്. താഴെ പറയുന്നവയിൽ ഭൗതിക ശാസ്ത്രത്തിലെ ഏത് കണ്ടുപിടുത്തമാണ് സമീപകാലത്ത് വലിയ ശ്രദ്ധ നേടിയത്? അത് ഗ്രാവിറ്റേഷണൽ വേവ്സ് ആണ്. 42ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ രാസപ്രവർത്തനത്തിന് ഉദാഹരണം? ഓപ്ഷൻ എ മെഴുക് കത്തുന്നത്, ഓപ്ഷൻ ബി ഭക്ഷണം ദഹിക്കുന്നത്, ഓപ്ഷൻ സി പഴങ്ങൾ പഴുക്കുന്നത്, ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞിരിക്കുന്നവയെല്ലാം. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞിരിക്കുന്നവയെല്ലാമാണ് രാസപ്രവർത്തനത്തിന് ഉദാഹരണം. മെഴുക് കത്തുന്നത്, ഭക്ഷണം ദഹിക്കുന്നത്, പഴങ്ങൾ പഴുക്കുന്നത്. എന്നാൽ മെഴുക് ഉരുകുന്നത് ചോദിച്ചാൽ അത് ഭൗതിക മാറ്റമാണ്. മെഴുക് ഉരുകുന്നത് ഭൗതിക മാറ്റമാണ്. പിന്നീട് എന്താണ് ജലം ഐസാകുന്നത്? ജലം ഐസാകുന്നത് എന്തിനു ഉദാഹരണമാണ്? അത് ഭൗതിക മാറ്റത്തിന് ഉദാഹരണമാണ്. 43ാമത്തെ ക്വസ്റ്റ്യൻ, നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് സിങ്ക് രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ടാൽ ഉണ്ടാകുന്ന വാതകം ഏത്? ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ഹൈഡ്രജൻ ആണ്. നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് സിങ്ക് രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ടാൽ ഉണ്ടാകുന്ന വാതകമാണ് അത് ഹൈഡ്രജൻ ആണ്. അപ്പൊ ഈ ആസിഡും ലോഹങ്ങളുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ സ്വതന്ത്രമാകുന്ന വാതകം ചോദിച്ചാൽ അതും ഹൈഡ്രജൻ ആണ്. ആസിഡും ലോഹവുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ സ്വതന്ത്രമാകുന്ന വാതകം ചോദിച്ചാൽ അത് ഹൈഡ്രജൻ ആണ്. ഈ മ്യൂരിയാറ്റിക് ആസിഡ് എന്നറിയപ്പെടുന്നത് അത് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. മ്യൂരിയാറ്റിക് ആസിഡ് എന്നറിയപ്പെടുന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. ഓക്സിജൻ അടങ്ങിയിട്ടില്ലാത്ത ആസിഡാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഓക്സിജൻ അടങ്ങിയിട്ടില്ലാത്ത ആസിഡാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. അടുത്ത 44ാമത്തെ ക്വസ്റ്റ്യൻ, വൈദ്യുതി ഏറ്റവും നന്നായി പ്രവഹിക്കുന്ന ലോഹം ഏത്? ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ വെള്ളിയാണ്. വൈദ്യുതി ഏറ്റവും നന്നായി പ്രവഹിക്കുന്ന ലോഹം ചോദിച്ചാൽ അത് വെള്ളിയാണ്. അപ്പൊ വൈദ്യുതി, താപം എന്നിവയെ ഏറ്റവും നന്നായി കടത്തിവിടുന്ന ലോഹം അത് വെള്ളിയാണ്. ഇനി ഭൂമിയുടെ അകക്കാമ്പിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ചോദിച്ചാൽ അത് ഇരുമ്പാണ്. ഭൂമിയുടെ അകക്കാമ്പില് ഏറ്റവും കൂടുതലുള്ള ലോഹം ചോദിച്ചാൽ അത് ഏതാണ്? ഇരുമ്പാണ്. ഇരുമ്പിന്റെ ശുദ്ധമായ രൂപമാണ് പച്ചിരുമ്പ് എന്ന് പറയുന്നത്. ഇരുമ്പിന്റെ ശുദ്ധമായ രൂപം ചോദിച്ചാൽ അത് പച്ചിരുമ്പാണ്. ഇനി മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ച ലോഹമാണ് ചെമ്പെന്ന് പറയുന്നത്. മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ച ലോഹമാണ് ചെമ്പ്. ആഭരണം നിർമ്മിക്കുവാൻ സ്വർണത്തിൽ ചേർക്കുന്ന ലോഹമാണ് ചെമ്പെന്ന് പറയുന്നത്. ആഭരണം നിർമ്മിക്കാന് സ്വർണത്തിൽ ചേർക്കുന്ന ഒരു ലോഹമാണ് ചെമ്പെന്ന് പറയുന്നത്. ഇനി ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹമാണ് അലൂമിനിയം എന്ന് പറയുന്നത്. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹമാണ് അലൂമിനിയം. ഇനി വൈദ്യുത പോസ്റ്റുകളിൽ ഉപയോഗിച്ചിരിക്കുന്ന വൈദ്യുത കമ്പികളിൽ നിർമ്മിച്ചിരിക്കുന്ന ലോഹമാണ് അലൂമിനിയം. വൈദ്യുത പോസ്റ്റുകളിൽ ഉപയോഗിച്ചിരിക്കുന്ന വൈദ്യുത കമ്പികളിൽ നിർമ്മിച്ചിരിക്കുന്ന ലോഹമാണ് അലൂമിനിയം എന്ന് പറയുന്നത്. അടുത്ത് 45ാമത്തെ ക്വസ്റ്റ്യൻ, ഏതാനും ലായനികളുടെ pH മൂല്യം, അതായത് 25 ഡിഗ്രി സെൽഷ്യസിൽ ഉള്ളത് താഴെ കൊടുത്തിരിക്കുന്നു. ഇവയിൽ ആസിഡ് ലായനി അല്ലാത്തവയുടെ pH മൂല്യങ്ങൾ ഏതൊക്കെ ആയിരിക്കും? ഓപ്ഷൻ എ pH 5, രണ്ടാമത് പറഞ്ഞിരിക്കുന്ന pH 6, മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് pH 8, നാലാമത് പറഞ്ഞിരിക്കുന്നത് pH 12. ഇപ്പൊ ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ സി ആണ്. 3ഉം 4ഉം ആണ്. അതായത് pH 8ഉം pH 12ഉം. ഇപ്പം pH വാല്യൂ 7ന് മുകളിലാണെങ്കിൽ അത് ആൽക്കലി ആയിരിക്കും. pH വാല്യൂ 7ന് മുകളിലാണെങ്കിൽ അത് ആൽക്കലിയും 7ൽ താഴെയാണെങ്കിൽ അത് ആസിഡും ആണ്. നിർവീര്യ ലായനികളുടെ ആണെങ്കിൽ അത് 7ആണ്. നിർവീര്യ ലായനികളുടെ pH വാല്യൂ 7ആണ്. 46ാമത്തെ ക്വസ്റ്റ്യൻ, അഷ്ടപതിയാട്ടം എന്ന കേരളീയ ദൃശ്യ കലാരൂപത്തിന് അവലംബമായ സാഹിത്യകൃതി ഏത്? ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ഗീതാ ഗോവിന്ദമാണ്. അഷ്ടപതിയാട്ടം എന്ന കേരളീയ ദൃശ്യ കലാരൂപത്തിന് അവലംബമായ സാഹിത്യകൃതി ചോദിച്ചാൽ അത് ഗീതാ ഗോവിന്ദമാണ്. 47ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ ഇൻഡോർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്ന സ്റ്റേഡിയം. ഇന്ത്യയിലെ ആദ്യ നാഷണൽ ഇൻഡോർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്ന സ്റ്റേഡിയം ചോദിച്ചാൽ ഓപ്ഷൻ ഡി കലിംഗ സ്റ്റേഡിയം ഭുവനേശ്വർ ആണ്. കലിംഗ സ്റ്റേഡിയം ഭുവനേശ്വർ ആണ്. 48ാമത്തെ ക്വസ്റ്റ്യൻ, യുനെസ്കോയുടെ പൈതൃക സാംസ്കാരിക ആഘോഷങ്ങളുടെ പട്ടികയിൽ പുതുതായി ഉൾപ്പെട്ട ഇന്ത്യൻ ആഘോഷം. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ
ദീപാവലിയാണ് യുനെസ്കോയുടെ പൈതൃക സാംസ്കാരിക ആഘോഷങ്ങളുടെ പട്ടികയിൽ പുതുതായി ഉൾപ്പെട്ട ഇന്ത്യൻ ആഘോഷം. അത് ദീപാവലിയാണ്. 49ാമത്തെ ക്വസ്റ്റ്യൻ. എസ് കെ പൊറ്റക്കാടിന്റെ കൃതികളെ കുറിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്? ഓപ്ഷൻ എ യാത്രാനുഭവങ്ങൾ സഞ്ചാരിയുടെ ഗീതങ്ങൾ എന്ന പേരിൽ കവിതകളായി ആവിഷ്കരിച്ചിട്ടുണ്ട്. യാത്രാനുഭവങ്ങൾ സഞ്ചാരിയുടെ ഗീതങ്ങൾ എന്ന പേരില് കവിതകളായിട്ട് ആവിഷ്കരിച്ചിട്ടുണ്ട്. ബി ഓപ്ഷൻ ബി കോഴിക്കോടിനടുത്തുള്ള മുക്കം എന്ന ഉൾനാടൻ ഗ്രാമത്തെ പശ്ചാത്തലമാക്കി എഴുതിയ നോവലാണ് വിഷകന്യക. ഓപ്ഷൻ സി ആത്മകഥാപരമായ നോവൽ എന്ന് എസ് കെ പൊറ്റക്കാട് തന്നെ വിശേഷിപ്പിച്ച കൃതിയാണ് ഒരു ദേശത്തിന്റെ കഥ. ഓപ്ഷൻ ഡി എസ് കെ പൊറ്റക്കാട് രചിച്ച നാടകമാണ് അച്ഛൻ. ആൻസർ ആയിട്ട് കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ ബി തെറ്റാണ്. അപ്പം വയനാട്ടിലെ കുടിയേറ്റം പശ്ചാത്തലമാക്കി എസ് കെ പൊറ്റക്കാട് രചിച്ച നോവലാണ് വിഷകന്യക എന്ന് പറയുന്നത്. വയനാട്ടിലെ കുടിയേറ്റം പശ്ചാത്തലമാക്കി എസ് കെ പൊറ്റക്കാട് രചിച്ച നോവലാണ് വിഷകന്യക എന്ന് പറയുന്നത്. ഈ എസ് കെ പൊറ്റക്കാട് രചിച്ച ഒരു തെരുവിന്റെ കഥ എന്ന നോവലിനെ ഇതിവൃത്തമാക്കിയിട്ടുള്ള സ്ഥലം എവിടെയാണ്? അത് മിഠായി തെരുവാണ്. എസ് കെ പൊറ്റക്കാട് രചിച്ച ഒരു തെരുവിന്റെ കഥ എന്ന നോവലിനെ ഇതിവൃത്തമാക്കിയ സ്ഥലം ചോദിച്ചാൽ അത് മിഠായി തെരുവ് കോഴിക്കോടാണ്. ഇനി എസ് കെ പൊറ്റക്കാടിന്റെ നാടൻ പ്രേമം എന്ന നോവൽ പശ്ചാത്തലമാക്കിയിരിക്കുന്ന സ്ഥലം ചോദിച്ചാൽ അത് ഇരുവഞ്ഞിപ്പുഴയാണ്. ഇരുവഞ്ഞിപ്പുഴ കോഴിക്കോടാണ്. ഇനി 50ാമത്തെ ക്വസ്റ്റ്യൻ ക്യാൻസൽ ആണ്. നെഹ്റു ട്രോഫി വള്ളംകളി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ആ ക്വസ്റ്റ്യൻ ക്യാൻസൽ ആക്കി. അപ്പം ഈ നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ ചോദിച്ചാൽ അത് എവിടെയാണ്? അത് പുന്നമട കായലിലാണ്. പുന്നമട കായലിലാണ് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത്. അപ്പൊ ഇത് ഓഗസ്റ്റ് മാസത്തിലെ 2ാം ശനിയാഴ്ചയാണ് നടക്കുന്നത്. ഓളപ്പരപ്പിലെ ഒളിമ്പിക്സ് എന്നറിയപ്പെടുന്ന വള്ളംകളിയാണ് നെഹ്റു ട്രോഫി വള്ളംകളി എന്ന് പറയുന്നത്. ഓളപ്പരപ്പിലെ ഒളിമ്പിക്സ് എന്നറിയപ്പെടുന്ന വള്ളംകളിയാണ് നെഹ്റു ട്രോഫി വള്ളംകളി. ഈ നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ആദ്യ കാല നാമം ചോദിച്ചാൽ അത് പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി എന്നാണ്. നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ആദ്യകാല നാമം അത് പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി എന്നാണ്. എന്നാണ് ആരംഭിച്ച വർഷം? അത് 1952 ഈ അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ വിഗ്രഹ പ്രതിഷ്ഠാ ദിനവുമായിട്ട് ബന്ധപ്പെട്ട് നടത്തുന്ന വള്ളംകളിയാണ് എന്ന് പറയുന്നത്. അത് ചമ്പക്കുളം വള്ളംകളിയാണ്. അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ വിഗ്രഹ പ്രതിഷ്ഠാ ദിനവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന വള്ളംകളി ചോദിച്ചാൽ അത് ചമ്പക്കുളം വള്ളംകളിയാണ്. ഈ പ്രസിഡന്റ്സ് ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ എവിടെയാണ്? അത് അഷ്ടമുടി കായലാണ്. പ്രസിഡന്റ്സ് ട്രോഫി വള്ളംകളി നടക്കുന്നത് അഷ്ടമുടി കായലാണ്. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻ. 50 ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. ഓക്കെ.